വീട്ടുകാരെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ ഇതര സംസ്ഥാന സംഘമായിരുന്നു കൊച്ചി നഗരവാസികളുടെ ഇതുവരെയുള്ള പേടി. കവർച്ചാ സംഘത്തിലെ ഏതാനും പേർ അറസ്റ്റിലായതോടെ ആ പേടി അവസാനിച്ചെന്നാണ് കരുതിയത്. പക്ഷെ വീണ്ടും നഗരവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് മറ്റൊരു കള്ളൻ. കൊച്ചിക്കാരുടെ ഉറക്കം കെടുത്തുന്ന കള്ളൻ ഇതാണ്. CCTV പരിശോധനയിൽ ആള് കൊച്ചി പോലീസിന് സുപരിചിതൻ. കഴിഞ്ഞ 30 വർഷമായി പട്ടണത്തിൽ വലുതും ചെറുതുമായ കവർച്ച നടത്തിയ മരിയാർ പൂതം. തമിഴ്നാട് കുളച്ചൽ സ്വദേശിയായ മരിയാർ പൂതം പിന്നാലെ പണി തുടങ്ങി. കലൂരിലും പരിസരത്തുമായി അടുത്ത കാലത്ത് 4 കവർച്ചയും നടന്നു. 2 ലക്ഷം രൂപയും കൊണ്ടുപോയതാണ്. ഇപ്പോൾ അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സും പലവട്ടാണ്. ഞങ്ങളൊരു 5-8 പേര് സ്ഥിരം രാത്രി ഒരു ഏകദേശം ഒരു 4-3. നീ പ്രോപ്പർട്ടി വിറ്റ കാശ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നോ? ഇല്ല, അത് കബോർഡിൽ തന്നെ ഇരിപ്പുണ്ട്. ആ കൊള്ളാം. നീ ന്യൂസ് കണ്ടില്ലേ? കൊലപാതകവും കവർച്ചയും കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. നിനക്ക് പൈസക്ക് അത്ര അത്യാവശ്യമില്ലായിരുന്നെങ്കിൽ ആ പ്രോപ്പർട്ടി ഇത്ര ധൃതി പിടിച്ച് വിൽക്കണ്ടായിരുന്നു. അത്യാവശ്യം തന്നെയാണോ? ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാനാ പ്ലാൻ. പുറത്തോ? മറ്റ് കള്ളന്മാർ നാട്ടുകാർ ഉറങ്ങുമ്പോഴാണ് കവർച്ചയ്ക്കിറങ്ങുന്നതെങ്കിൽ മരിയാർ പൂതം നാട്ടുകാർ ഉണർന്നിരിക്കുമ്പോൾ തന്നെ കവർച്ചയ്ക്കും. പലവട്ടം പോലീസും നാട്ടുകാരും അടുത്തെത്തിയെങ്കിലും ഫോൺ റിംഗ് ഓടുന്നത് അതിവിദഗ്ധനായ മരിയാർ പൂതം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും പട്ടണത്തിൽ നാട്ടുകാരെയും പോലീസിനെയും ചുറ്റിക്കുന്ന ഈ കള്ളൻ ഭൂതത്തെ കുപ്പിയിലടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ആണോ? പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാനേ ഫ്രഷ് ആവാൻ പോയിച്ചു. ഫോണാണെങ്കിൽ സൈലന്റിലായിപ്പോയി. അവനെ കാണാൻ ഞാൻ എൻ്റെ ഇന്നലെ അത്യാവശ്യം ഉണ്ടോ? Hello. തൂക്കം പോരല്ലോ. ബാക്കി ക്യാഷായിട്ട് കബോർഡിലുണ്ട്. നിക്ക്, ഇവിടെ ചത്തിട്ടില്ല.